നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വാർത്തയാണ് ഈ വീഡിയോയുടെ ആധാരം. തെക്കൻ കേരളത്തിലെ പത്തനംതിട്ടയോ മറ്റോ ഒരു പാസ്റ്റർ ബിനു എന്ന് പറഞ്ഞ ഒരു കക്ഷി ഒരു ചാരിറ്റിയുടെ മറവിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളെ ബാലവേല ചെയ്യിപ്പിക്കുകയും അവിടെ വയോജന കേന്ദ്രം നടത്തുന്നുണ്ട്, എൽഡർലി പീപ്പിളിന് വേണ്ടിയിട്ടുള്ളത്. അവിടുത്തെ ആൾക്കാരെ പട്ടിണിക്കിടുകയൊക്കെ ചെയ്തു എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. പെന്തക്കോസ്ത് സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു ആളാണ് ഈ പാസ്റ്റർ ബിനു. സ്വതന്ത്രമായിട്ടാണ് അത് നടത്തുന്നത്. സഭയുടെ ഭാഗമായിട്ട് അല്ല, സഭയുടെ സഭയുടെ പെന്തക്കോസ്ത് സഭക്കാരനാണെങ്കിൽ കൂടിയിട്ട് അയാൾ സ്വതന്ത്രമായിട്ടാണ് ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. അവിടുത്തെ അന്തേവാസികളായ കുഞ്ഞുങ്ങളെ ബാലവേല എടുപ്പിക്കുകയാണ്. മാത്രമല്ല അവരെ എടുത്ത പണി തൃപ്തിയായിട്ടുണ്ടാവില്ല, കുഞ്ഞുങ്ങളെ അച്ചാലും മുച്ചാലും അടിച്ചു എന്നുള്ളൊരു വാർത്ത, വളരെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പഠന സഹായം നൽകാമെന്ന് പറഞ്ഞാണ് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളെ അവിടേക്ക് എത്തിക്കുന്നത്. അവിടെ പഠിപ്പിക്കുമെന്നല്ല, കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യണം. എന്തൊരു മഹാപരാധമാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ വളരെ വേദനയാണ് നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ തന്നെ. മാത്രമല്ല അവിടുത്തെ അന്തേവാസികളായ വയോധികരെ ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടി ഫണ്ടൊക്കെ ഇദ്ദേഹം സമാഹരിക്കുന്നുണ്ടാവും, വിശ്വാസികളുടെ അടുത്തു നിന്നും ഒക്കെ സമാഹരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് മുന്നേ ഒരു ജിജോ മരിയ എന്ന് പറഞ്ഞ ഫിലോക്കോളി എന്ന് പറഞ്ഞൊരു ആൾക്കാർ ചാരിറ്റി നടത്തിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലിയപ്പോൾ വിളിച്ചു പറഞ്ഞു, അതെനിക്ക് വേണം, എന്നെയും കൂടി അതിൽ പാർട്ണറാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അസൽ സ്വഭാവം നമുക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തരം സംഗതികൾ ഈ കക്ഷിയുടെ എന്നുള്ളത് അത് വെളിച്ചത്ത് വന്നു. അപ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡൻറ്റും സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ ഇടപെട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ തള്ളുകയും കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ കുറച്ചും കൂടി സുരക്ഷിതമായ സ്ഥലത്ത് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലായിട്ട് അദ്ദേഹം ഒരു വർഷിപ്പ് സെൻറ്റർ, ആരാധനാലയം നടത്തുന്നുണ്ട്. ഇലോഹ്യം വർഷിപ്പ് സെൻറ്റർ എന്നൊരു പേരുള്ള ഒരു ആരാധനാലയം അദ്ദേഹം നടത്തുന്നുണ്ട്. അവിടേക്ക് വരുന്ന ബിലീവേഴ്സിനെ, വിശ്വാസികളെയാണ് അവരിൽ നിന്നൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഫോറിൻ ഫണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ആൾക്കാരെ, ഫോളോവേഴ്സിനെ കൂട്ടിയിട്ട് വേണമല്ലോ ഇവർക്ക് ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നടത്താൻ. ആൾദൈവങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കൃത്യമായി നമ്മുടെ മാജിക്കൽ ആൻഡ് റെമഡി ആക്ട് പ്രകാരം ഇത്തരം കാര്യങ്ങളൊക്കെ ശിക്ഷാർഹമാണ്. പക്ഷെ വേണ്ട വിധം നമ്മുടെ ഭരണകൂടം ഇത്തരം വിശ്വാസ ചൂഷണത്തിനെതിരായിട്ടുള്ളൊരു നടപടി എടുക്കുന്നില്ല. സർക്കാരുകളും ഭരണകൂടവും ഒക്കെ ഇവരുടെ ഭാഗമായി നിൽക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. ഇവരെ പോയി ഒരു സെക്യുലർ സ്റ്റേറ്റിൽ ഭരണാധികാരികൾ കുറച്ചുകൂടിയൊക്കെ സെക്യുലർ സ്വഭാവം കാണിക്കേണ്ടതാണ്, ഇത്തരക്കാരിൽ നിന്നൊരു അകലം പാലിക്കേണ്ടതാണ്. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഒരു വല്ലാത്ത പ്രീണനം നടത്തി ഇവരോടൊക്കെ ഓരം ചേർന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസ ചൂഷണവും ഇതിൻ്റെ മറവിൽ നടക്കുന്ന കൊള്ളയും കള്ളക്കടത്തും ഒന്നും തന്നെ തടയാൻ സാധിക്കാറില്ല. അവരൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും ഡിവോട്ടീസാണ് ഇവർക്കുള്ളത്. ഇനിയിപ്പോൾ അവിടെ ഒരു അനാശാസ്യമോ അവിടെ ഒരു കള്ളക്കടത്തോ സ്വർണ്ണക്കടത്തോ ഒക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെ വയ്ക്കുക. അവിടേക്ക് റെയ്ഡിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്ററഗേഷനോ കയറി ചെല്ലാൻ പറ്റില്ല. വിശ്വാസികളെ വെച്ച് ഇളക്കി വിടും. അവരൊരു വലിയ പ്രോസഷൻ, ഭയങ്കര, മാത്രമല്ല ആരാധനാ സ്വാതന്ത്ര്യത്തിന് തടയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അത് ഈ വോട്ട് രാഷ്ട്രീയത്തിന് അത് ചിലപ്പോൾ വോട്ടിനെ ബാധിച്ചേക്കാം എന്ന രീതിയിലൊക്കെ
ഇനി പോലീസിൻ്റെ പണിയെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഭരണകൂടം ഇടപെട്ട് അതിൽ നിന്നൊക്കെ അവരെ പിൻവലിപ്പിക്കുകയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂഷണം, ലൈംഗിക ചൂഷണം സ്ത്രീകളെയാണെങ്കിലും അവരുടെ വളരെ അവരുടെ ഒരു വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ അവർ ആ വൾണറബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയും ആ സ്റ്റേറ്റിനെയൊക്കെ ചൂഷണം ചെയ്ത് അവരെ സെക്ഷൽ അബ്യൂസ് നടത്തുന്നത് കാണാം. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ കരുത്തരായി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചോര കുടിക്കുക അട്ടകളാണല്ലോ, ചോര കുടിക്കുന്ന രീതിയിലുള്ള കരുത്തന്മാരായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയായിട്ട് വന്നിട്ടുണ്ട്. അവർ ഒരു സമാന്തര ഭരണകൂടമായി മാറിയിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ ഒരു കാലഘട്ടത്ത് ഒരു ബാപ്പുജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ, ഇതേപോലെ ഒരു ആൾ ദൈവമായിട്ട് നടന്നിട്ട്. ആ ആൾ ദൈവത്തിന് അവിടുത്തെ ലൈംഗിക സെക്ഷൽ അബ്യൂസിന് വിധേയമായ പെൺകുട്ടികൾ തന്നെ ചീഫ് ജസ്റ്റിസിന് നേരിട്ട് കത്തെഴുതിയപ്പോൾ ചീഫ് ജസ്റ്റിസ് വിഷപ്രച്ഛന്നരായി സിവിൽ പോലീസ് ഓഫീസേഴ്സിനെ അവിടെ നിയോഗിക്കുകയും അവരത് അവിടെ ലൈംഗിക സെക്ഷൽ അബ്യൂസസ് നടക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ മോദിയായിരുന്നു അന്ന് പ്രൈം മിനിസ്റ്റർ. അന്ന് ദില്ലി നിന്ന് വലിയ വലിയ റൈറ്റ്സ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മോദിയെ വിളിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, താങ്കളുടെ മൂക്കിൻ്റെ കീഴിൽ ഇത്രയും വലിയൊരു റൈറ്റ് നടന്നിട്ട് താങ്കൾ അറിഞ്ഞില്ലെന്നുണ്ടോ, ഇവരെ എന്ന് അറസ്റ്റ് ചെയ്യുമെന്നുള്ളത്. അത് നമ്മുടെ വളരെ മാതൃകാ, നമുക്ക് ജനാധിപത്യത്തിൽ ഒരു വിശ്വാസം തോന്നിയതൊക്കെ അപ്പോഴാണ്. അപ്പോൾ ഇത്തരം ആൾ ദൈവങ്ങളും ഇത്തരം പാസ്റ്റേഴ്സും ഇത്തരം പൂജാരികളൊക്കെ നമ്മുടെ വളരെ സ്ട്രെങ്ത്, അവരുടെ കരുത്ത് കൂടി വരികയാണ്. കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യുന്നു. വളറബിളായിട്ടുള്ള സ്റ്റേറ്റിൽ ജീവിക്കുന്ന പെൺകുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയൊക്കെ ഒരുപാട് ചൂഷണം ചെയ്യുകയും അവരെ കൊണ്ട് വേല എടുപ്പിക്കുകയും എല്ലാ രീതിയിലും ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, സെക്ഷലി എക്സ്പ്ലോയിറ്റ്, സൈക്കോളജിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വേണ്ട രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നാനാ മതസ്ഥരുടെയും കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഇത്തരം ആൾ ദൈവങ്ങൾ, ലിവിങ് ഗോഡ്സ് ഉണ്ട്. അവരൊക്കെ വലിയൊരു സമാന്തര ഭരണകൂടമായി തളച്ചു വളർന്നു. അവിടേക്കൊന്നും ആർക്കും പ്രവേശനമില്ല. പണ്ട് ഞാനൊരു ആൾ ദൈവത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അവരുടെ ഒരു ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്തോ ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാളാണോ എന്ന് തോന്നി. എന്നോട് നിങ്ങൾക്ക് അവരെ കാണാനുള്ള ആ ലിവിങ് ഗോഡിനെ കാണാനുള്ള അവസരമായിട്ടില്ല, ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഡിസൈപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിലവാരം മനസ്സിലായി തുടങ്ങിയത്. അവരുടെ ഡിസൈപ്പിൾസിൻ്റെ നിലവാരം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടോടുകൂടി ഇവർ പറയുന്ന വലിയ പ്രൊഫഷണൽസ് ഒന്നല്ല, ഇവിടെ നിന്നൊക്കെ കൊണ്ട ആൾക്കാരെ കൊണ്ടെന്ന് വെച്ചിട്ട് അവരൊക്കെ അത്രയും പ്രൊഫഷണൽസാണെന്ന് പറയുന്നത്. വലിയൊരു ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അതിനെ തടയിടാൻ ഭരണകൂടത്തിന് ഇന്നേ വരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും വലിയ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചു, ഈ പാസ്റ്റർ ബിനു എന്ന് പറഞ്ഞ കക്ഷി കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചു, അതിൻ്റെ മറയിൽ വളരെ വലിയൊരു അനീതിയാണ് നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകർ, BJP പ്രവർത്തകർ ആ ആരാധനാലയത്തിൻ്റെ മുകളിൽ ശല്യം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവർ ആരാധന. പക്ഷേ ഇയാളൊരു ക്രിമിനലാണെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് പോലും അയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാ ഫോളോവേഴ്സും ഞങ്ങൾക്ക് ആരാധിക്കണം എന്ന് നെഞ്ചത്തെടുത്ത്, ഞങ്ങളുടെ ആരാധനാലയത്തിൽ ദൈവത്തിനെ ഞങ്ങൾക്ക് ആരാധിക്കണം. ദൈവം അവിടെയാണോ കിടക്കണത്? എന്താ ഇങ്ങനെ ജനങ്ങൾക്ക് ഒരു ബോധമില്ലാത്ത? ദൈവം ഉള്ളത് എന്താ? ബൈബിൾ വെച്ചിട്ടാണെച്ചെങ്കിൽ ബൈബിൾ വായിച്ചാൽ മതിയല്ലോ. കൃത്യമായി പറഞ്ഞിട്ട് ദൈവം ബൈബിളിലെ 10 കൽപ്പനയിലും പറയുന്നുണ്ട്, ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇടനിലക്കാരായിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ഇത്തരക്കാരടുത്തേക്ക് അപ്പോൾ എത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. ഇവരെ നവീകരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ മാജിക്കൽ ആൻഡ് മിറാക്കിൾ ആക്ട് ആണെന്ന് തോന്നുന്നു. അതുപ്രകാരം ഈ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് അതിലൊക്കെ ഭയങ്കരമായിട്ട് കടുത്ത ശിക്ഷയുണ്ട്. അത് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് നല്ലൊരു പോക്കല്ല, നല്ലൊരു രീതിയിലേക്കുള്ള പോക്കല്ല. ഇത് എത്രയും അത് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, സയൻസ് പഠിക്കുന്നുണ്ട്, പക്ഷേ സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്, ഡോക്ടേഴ്സ് ആവുന്നുണ്ട്, പ്രൊഫഷണൽ, ഇവരെല്ലാവരും തന്നെ ചെന്നുപെടുന്നത് ഇത്തരക്കാരുടെ കയ്യിലാണ്. ഇത് ജാഗ്രതയോടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ
വളരെ പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സയൻസ് ഉണ്ട്, സയൻറ്റിഫിക് ടെമ്പർ ഇല്ല. സയൻസ് പഠിച്ചിട്ടും സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അത് ഉണ്ടായിക്കൂടാ. പാസ്റ്റർ ബിനുവിനെ പോലത്തെ തട്ടിപ്പുകാരെ അനവധിയുണ്ട്. പറയുമ്പോൾ ഒരു ജാതിയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം മറ്റേ ആൾ ദൈവങ്ങൾ, ആൾ ദൈവങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ജാഗ്രതയോടെ സമൂഹം കാണേണ്ട ഒരു കാര്യമാണ്. നന്ദി, നമസ്കാരം.